ഹായ്, നമ്മളിന്ന് പോകാൻ പോകുന്നത് വയനാട് മാനന്തവാടി മുതൽ തിരുനെല്ലി ക്ഷേത്രം വരെ ഒരുപാട് വന്യജീവികളൊക്കെ ഉള്ള കാടിനുള്ളിലൂടെയുള്ള ഒരു യാത്രയാണ്. ഒരുപാട് ആനകളൊക്കെ ഉള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. പോകുന്ന വഴിക്ക് ഏതെങ്കിലും മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇത് യൂട്യൂബിലൊക്കെ വരുമല്ലേ? ഇനി മെല്ലെ പോയാ കേട്ടോ. ആനയുണ്ടോ നോക്കാൻ. ഇതാ ഫോറസ്റ്റ് പറഞ്ഞല്ലോ. ഫോറസ്റ്റ് ഇവിടെ ഒരു പാലമുണ്ട്, അവിടെ നമ്മുടെ പിന്നെ മുഴുവൻ ഫോറസ്റ്റാണ്. ഈ സൈഡിൽ ആനയുണ്ടോ? ഈ സൈഡിലാ ഇത് പുഴയാ. പശു ഒക്കെ അല്ലേ? അവിടെ ഒരു ഉണ്ണിയപ്പക്കടയുണ്ട്. ഭയങ്കര ഫേമസ് ആയ ഒരു ഉണ്ണിയപ്പക്കടയുണ്ട്. ആര് വന്നാലും വീഡിയോ എടുത്തിട്ട് പോകും. മഴയുള്ളതുകൊണ്ട് ആന ഉണ്ടാവുമോ? ആനക്കത്തെ മഴയാണ്. ആന ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല. ആണല്ലേ? വലത്തെ സൈഡിലോ? മണ്ടേ കൂടെ പിടിക്കും. ഈ മാന് 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 കണ്ടോ? മാനെ കണ്ടോ? ഇത് അവര് കൂട്ടതാ നാടക. അത് കണ്ടില്ല. ഇതിലെ പിന്നെ പിടിക്കും. ഇതിലെ കൂടെ തന്നെ പിടിക്കും. മഴ പെയ്തപ്പോ എല്ലാരും കുളിക്കാൻ വേണ്ടി വന്ന് നിൽക്കുക. എന്റെ അമ്മ ഇത് എത്ര നോക്ക്. പിന്നെ വേറെ നോക്കാതെ മാമ. മാമ പൊക്കി പിടിക്കാട്ടെ. അതെ, കൊമ്പുള്ളതൊക്കെ ഉണ്ട്. ഇവിടെ തരണം. കസ്തൂരിമാൻ എന്ന് പറയുന്നതാണോ? നീ ഇവിടെ വന്നിരിക്കുവാണ്. അതൊന്നും കൊമ്പില്ല, കൊമ്പ് ഇവിടെയുള്ള വലിയ കൊമ്പില്ല. ചേട്ടാ ഈ മരത്തിന്റെ ഇവിടെ ഈ സൂമാക്കിയ ക്ലാരിറ്റി. ഇങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുവാണല്ലോ കൊമ്പുള്ളത്. കുത്താൻ പറ്റുമോ? ഉപദ്രവിക്കൊന്നുമില്ല അല്ലേ? അതിനെ ഉപദ്രവിക്കുന്നുണ്ടോന്ന് ശ്രദ്ധിക്കുന്നു. പോയേക്കാം. ഇനി ആനേനെയും കൂടെ കണ്ടാൽ ക്ഷേത്രം ഫേമസ് ആണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ അറിയപ്പെടൂലേ? ചിതാഭസ്മം വരെ കൊണ്ടുവന്ന്, അതാ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധിന്റെ ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് ഒഴുക്കി വിട്ടാ. അത്രയും ഫേമസാ.
ഇവിടെ ഉണ്ണിയപ്പം ചായ ഫേമസ് ആണ് എല്ലാവരും. ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഇതാ കാപ്പി വേണോ ചായ വേണോ? ചായ. കാപ്പി ഇതൊരുപാട് കൊരങ്ങന്മാര് ഉപദ്രവിക്കോ? ഇത് എത്ര വർഷമായി ഇവിടെ? 50 വർഷത്തിന് മേലെ അല്ലേ? ആ ഇതൊക്കെ എന്താ തേനാ? തേന്. ആ ഇതൊക്കെ എന്നാ വില? തേന് 600 രൂപ കിലോ. ആ ചെറുതേനോ വൻതേന്? ഇതോ കിട്ടും. ഓ ഇതെന്തോ ചേട്ടാ? ഇതെന്ത്? അത് മൈലാഞ്ചിപ്പൊടി. ചേട്ടൻ്റെ പേരിനേട്ടാ? എന്റെ അജി. അജി. ആ ആനയുണ്ട്. ആനയുടെ ബോർഡ് ആനക്കെട്ടിലെ ബോർഡെങ്കിലും നല്ല പോ കേട്ടോ. രണ്ട് സൈഡിൽ നോക്കൂ. ഇത്ര പറയാം. അത് മതി. ഇത് കണ്ടോ? ആന മാത്രമേ ഉള്ളൂ കാട്ടി. ഇതില് ആനയുണ്ട്, കാട്ടിയുണ്ട്, പിന്നെ മാനുണ്ട്, യൂക്കാലിപ്സ് മരങ്ങള്. മറ്റേ അതിന്റെ ഇലക്കല് ഭയങ്കര സ്മെല്ലാ. മറ്റേ നമ്മളിതില്ലേ അമൃതാജൻ യൂക്കാലി മരത്തിന്റെ ഒരു ഇത് കോട്ട ഇതുണ്ട്, അവിടെ പോയി നടത്തണം കേട്ടോ. യൂക്കാലി യൂക്കാലി ഇതിന്റെ ഇല മേടിച്ചിരുന്ന് തിരുമ്പീന് ഉണർത്തും. നമ്മുടെ അമൃതാജൻ പന്ത്രണ്ടുണ്ടാവും, വിക്സ് എല്ലാം പോലെ. നമുക്കുണ്ടായിരുന്നില്ല ചേച്ചാ? തിരുനെല്ലി അമ്പലത്തിലേക്കുള്ള നല്ല റോഡുകളാണ്. യാത്രാമധ്യേ ഞങ്ങൾ കണ്ട കാഴ്ച പ്രകൃതി രമണീയമായ കാഴ്ചകള്, കണ്ണിന് കരളിന് കുളിരേക്കത്തെ കാഴ്ച. ആദിവാസികളുടെ ഇതാണ് ആദിവാസികളുടെ കുറിച്ചൊരു കുറുമര്, പണിയര് ഒക്കെ ഉണ്ട്. പണിയര് വേറെ, കുറുമര് വേറെ ആണല്ലേ? അവര് രണ്ടും രണ്ടല്ലേ? കുറുമര് വേറെ, പണിയര് എല്ലാം താമസം അവരെ ഇതെല്ലാം ഭാഷയില് മാറ്റമുണ്ട്. ബാക്കിയുള്ള ഒരു സ്ഥലത്ത് തേക്ക്, ഒരു സ്ഥലത്ത് യൂക്കാലി. എവിടെ? ആനയുടെ ബോർഡ്. ആനേന്റെ ബോർഡ് അത് ഫ്രണ്ടിൽ കിട്ടുന്നുണ്ടല്ലോ. അയ്യോടാ മഴ. സ്വൈര്യ വിഹാരത്തെ തടസ്സപ്പെടുത്തി. അന്ന് ഞാനിവിടെ എന്തോ തലവേദനയായിട്ടുള്ള മരുന്നിനെ ഇവിടെ വന്ന കേട്ടോ. അന്ന് തലയിൽ കുറെ കിഴിയൊക്കെ വെക്കാനൊക്കെ പറഞ്ഞ ഒരു കുറെ മരുന്നൊക്കെ തന്നു വിട്ടു. എല്ലാവർക്കും കൊടുക്കുന്ന ഒരേ മരുന്ന് തന്നെയാ, ഉപയോഗിക്കാൻ പറയുന്നത് ഓരോ ഇത് തന്നെയാ. കുറിച്ചരാണ്. അത് മതി. വണ്ടി ക്രോസിലുള്ള സൈഡാക്കട്ടെ. അയ്യോടുമല്ല അല്ല അവര് വണ്ടി കിട്ടിയില്ലേ? കിട്ടി.
അവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്, അവിടെ വരെ പോവാം. ഇവിടെ ഇങ്ങോട്ടല്ലേ വരുമോ? അതില്ലാന്ന് തോന്നുന്നു. നോക്കാം. ഇവിടെ ഇങ്ങോട്ടായിരുന്നു വൈദ്യുതി വൈദ്യുതി അവിടെ. ഇപ്പുറ സൈഡിലെ വൈദ്യുതി ഗ്രാമീണ ബാങ്കിന്റെ ഈ സൈഡില്ലേ ഇവിടെ വൈദ്യുതി ഇവിടെ ഇങ്ങോട്ടായിരുന്നല്ലോ അല്ലേ? ഞാൻ താഴെ വരെ വന്നിട്ടുള്ളൂ. അവിടെ വെക്കാൻ മതി. എവിടെ? എവിടെ? അവിടെ പോകാൻ പറ്റുമോ? ചോദിച്ചു നോക്കാം. അങ്ങനെ ഇറക്കി നോക്കാം. കയറാൻ പറ്റുമോ? ഇവിടെ വരെ കയറാൻ പറ്റും കേട്ടോ. ഇതാക്കട്ടെ, ഇത് നിങ്ങൾ ഇറങ്ങിപ്പോയി.